ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളത്തിൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. 3 of Wands, 4 of Wands, Queen of Wands, the Chariot, 4 of Cups, 5 of Pentacles, the Devil. നമുക്ക് നോക്കാം. 5 of Wandsൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇതിൽ എൻ്റെ ബോട്ടം എനർജി വന്നിട്ടുള്ളത് 5 of Wandsൻ്റെ എനർജിയാണ്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകാം. ചിലപ്പോൾ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുണ്ടായ ഒരു ആർഗ്യുമെൻ്റ് ആകാം. ചിലപ്പോൾ നിങ്ങളോട് മത്സരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈഗോ ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം. പിന്നെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് കുറച്ചധികം ആൾക്കാർക്ക്. കുറേ നല്ല കാർഡ്സ് ഉണ്ട്, പക്ഷെ ഒരു ഓവറോൾ എനർജി, ഇത് കാണുന്ന സമയത്തുള്ള എനർജിയാണ് ഞാൻ പറയുന്നത്. ഓവറോൾ എനർജി അതിൽ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ഒരു വഴിവഴക്കുണ്ടാക്കി ഒരു തർക്കം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ട് ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വേണ്ടായിരുന്നു എന്തിനാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ടെൻഷൻ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ആയിരിക്കും. ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലും ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് വന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വർക്ക്, നിങ്ങളെ കൊണ്ട് പറ്റാത്ത അത്രയും വർക്ക് ചെയ്ത് ആ ഒരു പ്രഷറിലിരിക്കുന്ന ആൾക്കാരായിരിക്കാം. പിന്നെ കുറേ ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ളൊരു ജലസ്, ഒരു അസൂയ, അതിൻ്റെയൊക്കെ ഒരു ഇതാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾ ഒന്നിനും റിയാക്ട് ചെയ്യരുത് എന്നാണ് കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും റിയാക്ട് ചെയ്യാൻ പോകരുത്. അതങ്ങോട്ട് മനസ്സിലോട്ട് എടുക്കുകയും ചെയ്യരുത്. നമ്മൾ അത് കൂടുതൽ അതിലോട്ട് ആണ്ടുപോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് മനസ്സിലേക്ക് അധികം എടുക്കാതിരിക്കുക. ഇതിൽ ആദ്യം കിട്ടിയിട്ടുള്ള 3 of Wandsൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം ചിലപ്പോൾ ഈ ഒരു വഴക്കോ ഒരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞോ ഒക്കെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ഞാൻ അടുത്ത് എന്ത് ചെയ്യും, എൻ്റെ ജീവിതത്തിൽ അടുത്ത് എന്താണ്, ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് വെക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോണത്, ഓവർ തിങ്കിങ് ആണ് എപ്പോഴും. ഈ സിറ്റുവേഷൻ എത്ര കാലം തുടരും എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ശരിക്കും കുറേ ആൾക്കാർ ഒരു ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യും. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇതിൽ വിദേശത്തേക്ക് പോകാനുള്ളൊരു സാധ്യത വരുന്നുണ്ട് കേട്ടോ. ഒരു ചാൻസ് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലർക്ക് ചിലപ്പം വിളിക്കാതിരുന്ന ആരെങ്കിലും നിങ്ങളൊന്ന് വിളിക്കുന്നതായിരിക്കാം. കുറേ കാലം കൊണ്ട് വിളിക്കാതിരുന്ന ഏതെങ്കിലും ഒരാൾക്കാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളോട് അത്രയും അടുപ്പം ഉണ്ടായിരുന്ന ആരെങ്കിലും നിങ്ങളോടുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഇതിൽ ഒരു 4 of Wands ആണ് വന്നിട്ടുള്ള അടുത്ത സ്റ്റെബിലിറ്റിയാണ്. അപ്പം ഈ വഴക്കുകളോ ഈ പ്രശ്നങ്ങളോ ഒന്നും സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു എനർജി അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് വീട്ടിലാണ് പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പെട്ടെന്ന് തന്നെ തീരുന്നു. അതിലൊന്നും ഒരുപാട് താമസമൊന്നുമില്ല. പക്ഷെ ചെറിയൊരു കാര്യത്തിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ അതിനെ വലുതാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇനി എൻ്റെ ഈ ജീവിതം തുടർന്ന് പോകാൻ എനിക്ക് പറ്റൂല, ഞാൻ കുറേ കാലം കൊണ്ടത് ക്ഷമിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പം നമ്മളുടെ മനസ്സെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെറുതെയിട്ട് പ്രശ്നം ഉണ്ടാക്കും. ചില സമയത്ത് നമ്മളുടെ ഈഗോ ഹർട്ടാവുമ്പം നമ്മൾ ഇതൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി. ചിലർക്ക് അത് സീരിയസ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ചിലർക്ക് കുറേ കാലം കൊണ്ട് സഹിച്ച് ഇനി സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർക്ക് അങ്ങനെയല്ല, ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്യുമോ അങ്ങനെയൊക്കെ
തോന്നുമ്പം നമ്മൾ വിചാരിക്കും ഇനി എന്തിനാണ് എത്രയും കാലം കൊണ്ട് ഞാനിത് സഹിക്കുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്, ഇനി എനിക്ക് പറ്റൂല, അങ്ങനെ വിചാരിക്കുന്ന ഒരു പെട്ടെന്ന് വരുന്ന ഒരു ചിന്തയുണ്ട് കേട്ടോ. അത് അങ്ങ് മാറിപ്പോവും. പ്രത്യേകിച്ചും വീട്ടിലൊക്കെ ഉള്ള ഒരു കാര്യമാണിതെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ കുട്ടികളായിട്ടോ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ മാറിപ്പോവും. വീണ്ടും ഒരു സ്റ്റെബിലിറ്റിയാണ് പറഞ്ഞത്. അതൊക്കെ മാറി നിങ്ങൾ വളരെ നല്ല ഒരു ഇതിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെയാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. നമ്മളെപ്പോഴും നമ്മളുടെ പവർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ വളരെ അത്രയും കഴിവുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് കഴിവ് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവല്ല, നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഓർഡർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അങ്ങനെ ചെയ്യൂ, ഞാൻ ചെയ്യൂ എന്നൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരെ കൊണ്ടുകൂടി ജോലി ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ വരുതിയിൽ മറ്റുള്ളവരെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ആൾക്കാർ കൂടിയാണ്. ഇതിനൊരു നെഗറ്റീവ് സൈഡുള്ള കാര്യം എന്ന് വെച്ചാൽ ചിലപ്പം നിങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്യിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായത്. അതും കൂടെ പറയാട്ടോ, അതും കൂടെ മനസ്സിലാക്കുക. ഇപ്പം നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കാര്യം കൊണ്ടാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടായതെങ്കിൽ നിങ്ങളൊന്ന് അത് തിരിച്ചറിയുക. നമ്മളുടെ പ്രശ്നം നമ്മൾ ചിലപ്പോൾ അറിയാതെ പറയുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പെട്ടെന്ന് ദേഷ്യം കൊണ്ട് പറയുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിലാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടായതെങ്കിൽ അത് നമ്മൾ അവരോട് മാപ്പ് ചോദിക്കുക, സറണ്ടർ ചെയ്ത് കൊടുക്കുക. നമ്മൾ തെറ്റാണ് ചെയ്തത്, ഭഗവാനോട് എങ്കിലും സറണ്ടർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ബോൾഡായിരിക്കും. ശരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു എനർജിയാണ്. നല്ല കോൺഫിഡൻസോടുകൂടി നിൽക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇന്നത്തെ ദിവസം മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി നിങ്ങൾ എടുക്കാതിരിക്കുക കേട്ടോ. അത് നിങ്ങളെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. ഇന്ന് മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. മറ്റുള്ളവർ നിങ്ങളെ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് അതിന് പല കാര്യങ്ങൾക്കുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ വന്നിട്ടുള്ളത് ചാരിയറ്റാണ്. അപ്പം ചാരിയറ്റ് എന്ന് പറയുന്നത് ഒരു മൂവ്മെൻ്റാണ്, വിക്ടറിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ അത് ട്രാവലിനെ കുറിച്ചിട്ടായിരിക്കാം. നിങ്ങളത് ഇവിടെയുണ്ട്, ഒരു ട്രാവൽ ചെയ്യുന്ന കാര്യം ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളത്. ചിലപ്പോൾ അത് നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് ചെയ്യാത്തത് കൊണ്ട്, ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു ഓവർ തിങ്കിങ്ങും ആയിരിക്കാം. നിങ്ങൾക്ക് ഇപ്പം വിസ വരാനോ ഒക്കെ താമസിച്ചിരിക്കുമ്പം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ വരാം. കുറച്ച് കാലം കൊണ്ട് മിണ്ടാതിരുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളോ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ഇപ്പം ഒരു സ്ട്രഗിളിന് ശേഷം നിങ്ങളൊന്ന് ഒരു വഴക്കിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫ്ലിക്റ്റിന് ശേഷം നിങ്ങളൊന്ന് ഒരു സക്സസ് വരുന്നൊരു സമയമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങളുടെ കൺട്രോള് നിങ്ങൾ തിരിച്ചെടുക്കണം എന്നാണ് കേട്ടോ പറയണം. നിങ്ങൾ ഇതെല്ലാം ഒരു നിമിഷത്തെ ഒരു ഇത് കൊണ്ട് പെട്ടെന്ന് വിട്ടുകൊടുത്ത് അങ്ങനെ പോകരുത്. നിങ്ങളുടെ കൺട്രോൾ നിങ്ങൾ എടുക്കുക. ഇതിൽ 4 ഓഫ് കപ്സ് ആണ്. ഒരു ബോറടിച്ചിരിക്കുന്ന എനർജിയാണ് കുറേ ആൾക്കാർക്ക്. അത് ഒറ്റയ്ക്കായിപ്പോയി, എപ്പോഴും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളതാണ്. വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങളെല്ലാത്തിൽ നിന്നും ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ആരും വേണ്ട, ഒറ്റയ്ക്ക് മതി, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. പിന്നെ കുറേ ആൾക്കാർക്ക് പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയതോ പാസ്റ്റിൽ വിഷമിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതോ ഒക്കെ ആയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടേയിരിക്കും. അന്നങ്ങനെ സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞല്ലോ. ഇപ്പം ഇല്ലാത്ത കാര്യം, ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ പിന്നെ 7 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ക്ഷമ വേണം. ക്ഷമ പഠിപ്പിക്കാനാണ് പല വ്യക്തികളും നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത് നമുക്ക് എത്രത്തോളം ക്ഷമയുണ്ടെന്ന് അറിയാനാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, എന്നിട്ട് അത് വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ഫലം നിങ്ങൾക്ക് വരുന്നേ ഉള്ളൂ. അത് വരും തീർച്ചയായിട്ടും. പിന്നെ ചില ആൾക്കാർക്കൊരു നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും അതിൻ്റെ ഒരിത് കിട്ടാത്തതുകൊണ്ട് ശരിക്കും
ഓവർ തിങ്ക് ചെയ്യുന്നു, ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് ആലോചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന കർമ്മം അത് വെറുതെ ആവുമെന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. പക്ഷെ അത് പതിയായാലും അത് നിങ്ങൾക്ക് കിട്ടും, തീർച്ചയായിട്ടും അത് കിട്ടും എന്നുള്ളതാണ്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ഡെവിൾ കാർഡാണ്. ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ ഒക്കെ ഉള്ള ഒരു ആൾക്കാരുടെ എനർജിയാണ്. ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ടോക്സിക് അറ്റാച്ച്മെൻ്റ് എന്ന് പറയാം നമുക്ക്. അതിൽ അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന, ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി. ഇത് നമ്മളുടെ മാത്രമാണ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു എനർജി ഉണ്ടല്ലോ, എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു എനർജി. പിന്നെ നല്ലതല്ലാത്ത ഹാബിറ്റ്സ്, നമുക്ക് എന്തെങ്കിലും കാര്യം അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റുക, അതാണ് നല്ലത് കേട്ടോ. നമ്മളുടെ അഡിക്ഷൻസ് മാറ്റുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് അത് കേട്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വേണ്ട, അത് അങ്ങനെ ചെയ്യരുത്. നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് മാറി നിങ്ങളൊന്ന് പോസിറ്റീവ് ആകാനാണ് ഈ ഒരു സമയം ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ മറ്റുള്ള ആൾക്കാർ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആക്കുന്ന പല സംഭവങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവരാം, ന്യൂസ് കൊണ്ടുവരാം, നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് അയക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കഥ മുഴുവൻ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്താം, നിങ്ങളുടെ ഇമോഷൻസിൽ മാറ്റം വരുത്താം, നിങ്ങൾക്ക് നെഗറ്റീവായ. ഇതൊന്നും നിങ്ങളെ ബാധിക്കരുത് എന്നാണ് ഈ ഒരു സമയം ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഇതൊന്നും നിങ്ങളെ ബാധിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം നമ്മളാണ് നമ്മളുടെ ജീവിതത്തിൽ എന്ത് വേണം, നല്ലത് വേണോ ചീത്ത വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇതൊരിക്കലും മറ്റുള്ള ആൾക്കാരാണ് എന്ന് വിചാരിക്കരുത്. നമുക്ക് ഇന്ന് ഈ ഒരു കാർഡ് കൂടി നോക്കാം, എന്താണ് പറഞ്ഞത് നോക്കാം. ഈ കാർഡ് ഇമും കൊയ്ലി. അപ്പോൾ ഇത് റൂട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അത് ഇപ്പോൾ ഉള്ളതല്ല എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ റൂട്ടിലാണ് ഹീൽ ചെയ്യേണ്ടത്. നിങ്ങളിത് ഈ മുകളിൽ സർഫേസിൽ മാത്രം നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് നിങ്ങളുടെ റൂട്ടിലാണ്, അതായത് നിങ്ങളുടെ പാസ്റ്റിലാണെന്നാണ് കാണുന്നത്. അപ്പം അത് മാത്രമല്ല, നിങ്ങളുടെ ഇന്നർ സെൽഫിലെന്ന് പറയും, നിങ്ങളുടെ ഉള്ളിലാണ് ഈ പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസിലുള്ള പ്രശ്നങ്ങളും ആകാട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ റൂട്ട് നിങ്ങൾ ഹീൽ ചെയ്യണം എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ ചിലപ്പോൾ കുറേ ആൾക്കാർ ഇതിൽ ഇമോഷണലി ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്, അവർ സ്റ്റെബിലിറ്റി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. അപ്പം നിങ്ങൾ ഈ റൂട്ട് നിങ്ങൾ ഹീൽ ചെയ്യുക. അതായത് പഴയ ഊൺസ് നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഹൃദയത്തിൽ മാത്രം അല്ലെങ്കിൽ പുറത്ത് മാത്രം നിങ്ങൾ ഫീൽ ചെയ്താൽ പോരാ എന്നുള്ളതാണ്. ഇതിൽ കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു ആൻസെസ്ട്രൽ ഹീലിംഗ് നല്ലതായിരിക്കും. നിങ്ങളുടെ പൂർവികർ ചിലപ്പോൾ അങ്ങനെ ചിലപ്പം വിഷമിച്ച് മരിച്ചുപോയ ഏതെങ്കിലും ആത്മാക്കളുണ്ടായിരിക്കാം. അപ്പം ഇത് റൂട്ടെന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റ് വരും. നമ്മളുടെ പാസ്റ്റും അത് നമ്മളുടെ പിതൃക്കളെന്ന് പറയുമല്ലോ, നമ്മളുടെ പൂർവികർ, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ ഇത് ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ പിതൃക്കൾ അത്രയധികം സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് വരുന്ന ഒരു എനർജിയാണ് കേട്ടോ. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പിതൃക്കളെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അവർക്ക് വേണ്ടി ഈ ആൻസെസ്ട്രൽ ഹീലിംഗ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പിതൃക്കളെ മനസ്സിൽ ഒന്ന് ധ്യാനിക്കുക. നമ്മൾ ആരാധനാലയങ്ങളിൽ പോകുമ്പം, അത് ഏത് മതത്തിലുള്ളതായാലും നമ്മളവിടെ പോകുമ്പം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഹീൽ ചെയ്യണം കേട്ടോ. ദിവസവും നമ്മൾ ഒരു മിനിറ്റെങ്കിലും എൻ്റെ പിതൃക്കൾ, എന്തെങ്കിലും വിഷമങ്ങളിൽ മരിച്ചുപോയ ആൾക്കാർ, ആഗ്രഹപൂർത്തീകരണം നടക്കാതെ മരിച്ചുപോയ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഹീൽ ചെയ്യുന്നു, അവരെ അവിടെ സമർപ്പിച്ചു കൊടുക്കുക. എവിടെയായാലും നിങ്ങൾ പോകുന്നത് എവിടെയാണോ അവിടെ
നിങ്ങൾ ആ ഒരു ആത്മാവിനെ സമർപ്പിച്ചു കൊടുക്കുക. കാരണം ഇതിനകത്ത് വേദന വരുന്നത് നിങ്ങൾക്ക് വരുന്നത് മറ്റുള്ളവർ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ പിതൃക്കൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണ് കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ചിലപ്പോൾ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാതെ മരിച്ചുപോയ ആൾക്കാരായിരിക്കാം. പിന്നെ മാത്രമല്ല ആൾക്കാരും അത് ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അപകടത്തിൽ എന്തെങ്കിലും പോയ ആൾക്കാരുടെ എനർജിയും കാണുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ഹീൽ ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാർ, ദുർമരണം സംഭവിച്ച ആൾക്കാരുടെ അത് നിങ്ങൾ നല്ലൊരു അസ്ട്രോളജറെ സമീപിച്ച് നിങ്ങളത് ഒന്ന് കണ്ട് പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ഇത് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വഴക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ ഇൻസൾട്ട് ചെയ്യുക, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലെവൽ കുറവുണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർ ചില അഡിക്ഷൻസിൽ പോകുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ ആ ഒരു നിങ്ങളുടെ പിതൃക്കൾ അവർ സാറ്റിസ്ഫൈഡ് അല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് പിതൃക്കൾക്ക് അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇത് ആൻസെസ്ട്രൽ ഹീലിംഗ് ചെയ്യണതാണ് നല്ലതെന്നാണ്. അങ്ങനെ ചെയ്യണം പറ്റുമെന്നുള്ളവരത് ചെയ്യുന്നത്. അതായത് പിതൃപൂജയൊക്കെ ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതിൽ പിന്നെ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൻ്റെ ആ ഒരു കാര്യം നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുകളയുക. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്യാതിരിക്കുക. ഇതിൽ മെഡിറ്റേറ്റ് ചെയ്യുക. റെഡ് കളർ എനർജി കാണണം. റൂട്ട് ചക്രയുടെ ഒരു നിറം റെഡ് കളറാണ്. അപ്പോൾ നിങ്ങളുടെ റൂട്ട് ചക്ര, മൂലാധാര ചക്രത്തിൽ റെഡിൻ്റെ കണ്ടിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കുറേ നിങ്ങളുടെ റൂട്ട് ചക്രയിലുള്ള കുറേ പ്രോബ്ലംസ് മാറും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.